സുരക്ഷാ സേന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയതോടെ ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ കൂട്ടക്കീഴടങ്ങൽ തുടരുന്നു. ഇന്ന് 51 മാവോയിസ്റ്റുകളാണ് ആയുധം വെച്ച് കീഴടങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നാളെ ഛത്തീസ്ഗഡിൽ സുരക്ഷാ അവലോകന യോഗം ചേരും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയൂ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ്. കീഴടങ്ങാത്തവർക്കെതിരെ പ്രത്യേക ഓപ്പറേഷനിലൂടെ അതിശക്തമായ സൈനിക നടപടി ആരംഭിച്ചതോടെയാണ് ഗത്യന്തരമില്ലാതെ മാവോയിസ്റ്റ് ഭീകരർ കീഴടങ്ങുന്നത്. ഇന്ന് സുഗ്മയിൽ 21 ഭീകരരും കൂടാതെ ബീജാപ്പൂരിൽ 30 ഭീകരരുമാണ് പോലീസിന് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടുള്ളത്. AK-47 തോക്കുകൾ, മറ്റ് റൈഫിളുകൾ, ഗ്രനേഡ് ലോഞ്ചർ തുടങ്ങി ആയുധങ്ങൾ പോലീസിന് കൈമാറിക്കൊണ്ടാണ് കമാൻഡർമാരുൾപ്പെടെയുള്ള ഭീകരർ കീഴടങ്ങിയത്. പോലീസ് വ്യക്തമാക്കുന്നത് തലയ്ക്ക് ആകെ 1,61,00,000 രൂപ വിലയിട്ട ഭീകരരാണ് ആകെ കീഴടങ്ങിയിട്ടുള്ളത്. ഈ 51 ഭീകരരുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കമാൻഡർമാരുൾപ്പെടെയാണ്. ഇവർക്കായി 1,61,00,000 രൂപ തലയ്ക്ക് വിലയിട്ടിരുന്നു. ആയുധങ്ങളുമായി ഈ ഭീകരർ കീഴടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. സുഗ്മയിൽ 14 സ്ത്രീകൾ ഉൾപ്പെടെ 21 ഭീകരർ കീഴടങ്ങി. ബീജാപ്പൂരിൽ 30 ഭീകരരുമാണ് കീഴടങ്ങിയത്. കീഴടങ്ങിയവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും അല്ലാത്തവർക്കെതിരെ അതിശക്തമായിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്നുമാണ് ബസ്തർ IGP സുന്ദർ രാജ് അറിയിച്ചിട്ടുള്ളത്. സുഗ്മയിൽ മാത്രം ഈ വർഷം 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രമായി 80-ലധികം ഭീകരരാണ് കീഴടങ്ങിയിട്ടുള്ളത്. സൈനിക നടപടി ശക്തമാക്കിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ഭീകരർ ഗത്യന്തരമില്ലാതെ കൂട്ടത്തോടെ ആയുധം വെച്ച് കീഴടങ്ങുന്നത്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഛത്തീസ്ഗഡിലെത്തുന്നുണ്ട്. നാളെ ഉന്നതതല യോഗത്തിൽ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളും സുരക്ഷാ ക്രമീകരണങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിലയിരുത്തും. 2026 രാജ്യത്ത് നിന്ന് മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം നേരത്തെ ആഭ്യന്തരമന്ത്രി നടത്തിയിരുന്നു. അതിനനുസൃതമായി നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഛത്തീസ്ഗഡിൽ എത്തുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.